കൊല്ലം. കൊല്ലം എന്ന് 2 കൊല്ലം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ പരിപൂർണമായ 2 കൊല്ലം എന്ന് പറഞ്ഞത്? അപ്പൊ പരിപൂർണമല്ലാത്ത 2 കൊല്ലം ഉണ്ടോ? ഉണ്ട്. ആരാ കൊടുക്കേണ്ടത്? ലിമൻ അറാദ യുത്തിമ്മറളാഅ, മുലകുടിയെ പരിപൂർണമാക്കാൻ ഉദ്ദേശിക്കുന്നവർ. ഈ ആയത്തിൽ 2 പ്രാവശ്യം പരിപൂർണത ഉണ്ട്. പരിപൂർണമായ 2 കൊല്ലം, മുലകുടിയെ പരിപൂർണമാക്കാൻ ഉദ്ദേശിക്കുന്നവർ. 2 പ്രാവശ്യം പരിപൂർണത എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രണ്ടോടത്തും 2 വാക്കാണ് ഉപയോഗിച്ചത്. ആദ്യത്തെ സ്ഥലത്ത് പരിപൂർണതയ്ക്ക് വേണ്ടി കമാലിയത്ത് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ സ്ഥലത്ത് തമാമിയത്ത് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഒന്നുകൂടി ഓതാം. വൽവാലിദാതു യുർദിഉന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുത്തിമ്മറളാഅ. ആദ്യത്തോടത്ത് കമാലിയത്ത്, രണ്ടാമത്തോടത്ത് തമാമിയത്ത്. എന്താ കമാലിയത്തും തമാമിയത്തും തമ്മിലുള്ള വ്യത്യാസം? കമാലിയത്ത് എന്ന് പറഞ്ഞാൽ എണ്ണത്തിലെ സമ്പൂർണതയാണ്. തമാമിയത്ത് എന്ന് പറഞ്ഞത് വണ്ണത്തിലെ, ഗുണത്തിലെ സമ്പൂർണതയാണ്. ഒന്ന് ഗുണത്തിലെ സമ്പൂർണത, ഒന്ന് എണ്ണത്തിലെ സമ്പൂർണത. അപ്പൊ 2 കൊല്ലം, 1 മാസം എന്ന് പറഞ്ഞാൽ 30 ദിവസം, 1 കൊല്ലം എന്ന് പറഞ്ഞാൽ 365 ദിവസം. 2 365, അപ്പൊ 2 കൊല്ലം. 2 365 പൂർത്തിയായാൽ 2 കൊല്ലം എണ്ണത്തിൽ പൂർത്തിയായി. അതാണ് കാമിലായ 2 കൊല്ലം എന്ന് പറയുന്നത്. അപ്പൊ വ്യത്യാസപ്പെടും. എങ്ങനെ? ചന്ദ്രമാസപ്രകാരം 2 വയസ്സ് കൂട്ടുമ്പോൾ കുറവായിരിക്കും. ചന്ദ്രമാസപ്രകാരം 2 വയസ്സ് കൂട്ടുമ്പോൾ കുറവായിരിക്കും. എണ്ണത്തിൽ 2 കൊല്ലം പൂർത്തിയാവണം, അഥവാ 2 365 പൂർത്തിയാവണം. പിന്നെയോ ആരാണ് നൽകേണ്ടത്? മുലകുടിയിലെ തമാമിയത്തിനെ ഉദ്ദേശിക്കുന്നവർ. തമാമിയത്ത് എന്ന് പറഞ്ഞാൽ ഗുണവുമായി ബന്ധപ്പെട്ടതാണ്. ഗുണം എന്ന് പറഞ്ഞാൽ നിഅമത്ത്, നിഅമത്ത്, അതിനാണ് തമാം. വേറൊരു ആയത്ത് നോക്കിയാൽ കിട്ടും. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. നിഅമത്തുമായി ബന്ധമുള്ളിടത്താണ് തമാം എന്ന വാക്ക് ഉപയോഗിക്കുക. അപ്പോൾ ഒരു ഉമ്മ തൻ്റെ നിഅമത്തിനെ കുട്ടിക്ക് കൊടുക്കുന്നതാണ് ഉദ്ദേശമെങ്കിൽ 2 കൊല്ലം മുല കൊടുക്കണമെന്നാണ്. നിഅമത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ 2 കൊല്ലം കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഒരു ഉമ്മ കുട്ടിക്ക് കൊടുക്കുന്ന നിഅമത്താണ് മുലയൂട്ടുക എന്ന് പറഞ്ഞത്. എന്തൊക്കെ നിഅമത്താണ് മുലയൂട്ടുന്നതിലൂടെ കിട്ടുന്നത്? ധാരാളം. കുട്ടിയുടെ എല്ലാ ഗുണങ്ങളും മുലയൂട്ടലിലൂടെയാണ് കിട്ടുന്നത്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 7ാമത്തെ വയസ്സിൽ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. 9ാമത്തെ വയസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത എന്ന ഹദീസിന്റെ കിതാബ് കാണാതെ പഠിച്ചു. ഒരു ഹദീസ് കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച മാതിരി ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് ഖാല റസൂലുള്ളാഹി 1 അങ്ങനെയല്ല. പിന്നെ ഒരു ഹദീസ് പഠിക്കുമ്പോൾ ആ ഹദീസിന്റെ സനദടക്കം പഠിക്കണം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന ഹദീസ് ആരാ പറഞ്ഞത്? അവരോടാരാ പറഞ്ഞത്? അവരോടാരാ പറഞ്ഞത്? അവരോടാരാ പറഞ്ഞത്? അങ്ങനെ പുണ്യനബിയിലേക്ക് എത്തണം. പുണ്യനബിയിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ 10 ആളുണ്ട് എന്ന് കൂട്ടുക. ഈ 10 ആളുകളുടെയും ചരിത്രം അറിയണം. ഒരു മനുഷ്യന്റെ ചരിത്രം അറിയുക എന്ന് പറഞ്ഞാൽ 8 കാര്യങ്ങൾ അറിയണം. എന്നാ ജനിച്ചത്? എവിടെയാ ജനിച്ചത്? എവിടെയാ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഉമ്മയാരാണ്? ഉപ്പയാരാണ്? ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണ്? എന്നാണ് മരണപ്പെട്ടത്? എവിടെയാണ് ഖബറടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്? 8 കാര്യങ്ങൾ ഒരാളെക്കുറിച്ച് അറിഞ്ഞാലാണ് ഒരാളെ ചരിത്രം അറിഞ്ഞു എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു ഹദീസിന്റെ പരമ്പരയിൽ 10 ആളുണ്ടെങ്കിൽ ആ 10 ആളുടെയും ചരിത്രം പഠിക്കണം. അപ്പോഴേ ഒരു ഹദീസ് ആവുള്ളൂ. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത എന്ന ഹദീസിന്റെ കിതാബ് കാണാതെ പഠിച്ചു.
11-ാമത്തെ വയസ്സിൽ ദർസ് നടത്താനും ഫത്വ കൊടുക്കാനും തുടങ്ങി. 11-ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾ 6-ാം ക്ലാസ്സിക്ക് പോണ പ്രായം. കുട്ടികൾ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായത്തിൽ ഫത്വ നൽകാനും ദർസ് നടത്താനും തുടങ്ങിയ ആളാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം അവിടുത്തെ പ്രധാനപ്പെട്ട ശിഷ്യനായ ഇമാം മുസ്നി റളിയല്ലാഹു അൻഹു തൻ്റെ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ, നിങ്ങളുടെ ഈ ബുദ്ധിയുടെ രഹസ്യം എന്താ? നിങ്ങളുടെ ഈ ഓർമ്മശക്തിയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ ഉമ്മ എനിക്ക് ഒരിക്കൽ പോലും ശുദ്ധിയില്ലാതെ മുല തന്നിട്ടില്ല എന്നതാണ് എൻ്റെ ബുദ്ധിയുടെ രഹസ്യം. എൻ്റെ ഉമ്മ എനിക്കൊരിക്കൽ പോലും ശുദ്ധിയില്ലാതെ മുല തന്നിട്ടില്ല എന്നുള്ളതാണ്. മുലൊടിക്കുമ്പോൾ ഒരു കുട്ടി കരയാണെങ്കിൽ അതിന് 2 കാരണം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ചില സ്ത്രീകൾ പറയും, കുട്ടീനോട് മുലൊടിക്കാൻ വേണ്ടി എടുത്താൽ അപ്പം കരയാൻ തുടങ്ങുമെന്ന് പറയും. നൊലോളിക്കന്നെ അറിയും. മുലൊടി വേണ്ടെന്ന് വെച്ചാൽ കുട്ടിക്ക് കരച്ചിലുമില്ല. എന്താ കാരണം? മുല കുടിക്കുമ്പോൾ ഒരു കുട്ടി കരയുകയാണെങ്കിൽ അതിന് 2 കാരണമേ ഉള്ളൂ. 3ാമത്തെ ഒരു കാരണം ഉണ്ടാവില്ല. ഒന്നുകിൽ മുലപ്പാൽ കേട് വന്നാൽ കുട്ടി കുടിക്കൂല. 10 മാസത്തിൽ താഴെ പ്രായമുള്ള കുട്ടി ഭയങ്കര പ്രതിരോധ ശക്തിയുള്ള കുട്ടിയായിരിക്കും. 10 മാസത്തിൽ താഴെ പ്രായമുള്ള കുട്ടി കേടുവന്ന മുലപ്പാൽ കുടിക്കൂല. പക്ഷെ അള്ളാന്റെ ദുനിയാവിൽ കേടുവരാൻ തീരെ സാധ്യതയില്ലാത്തൊരു സാധനം മുലപ്പാലാണ്. പശുവും പാല് ചിലപ്പം കേടുവരും, മുലപ്പാൽ കേടുവരില്ല. മുലപ്പാൽ അള്ളാഹു വളരെയധികം സംരക്ഷണം നൽകിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അഗ്നി തൊടാതെ, തീയിൻ്റെ സാന്നിധ്യമില്ലാതെ പാചകം ചെയ്ത ഭക്ഷണമാണ് മുലപ്പാൽ എന്ന് പറയുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കുട്ടികൾക്ക് നൽകുന്ന സംരക്ഷണത്തിൻ്റെ ഭാഗമായാണ് അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മുലപ്പാൽ കേടുവരാന്നുള്ളത് ഉണ്ടാവില്ല. 98% മുലപ്പാൽ കേടുവരാൻ സാധ്യതയില്ല. പിന്നെ ഒരു 2% കാരണത്താൽ മുലപ്പാൽ കേടുവന്നാൽ കുട്ടികൾ അത് കുടിക്കാൻ പ്രയാസപ്പെടും. കേടുവന്ന മുലപ്പാൽ കുടിക്കാൻ പ്രയാസപ്പെടും. ഒരു കാരണം അതാണ്. 2ാമത്തെ കാരണം, ഒരു കുട്ടി മുലപ്പാൽ കുടിക്കണില്ലെങ്കിൽ അതിൻ്റെ 2ാമത്തെ കാരണം ഉമ്മയുടെ ശുദ്ധിയില്ലായ്മയാണ്. ഉമ്മാൻ്റെ ശുദ്ധിയില്ലായ്മ 2 തരത്തിലുണ്ടാവും. ഒന്നുകിൽ ശാരീരികമായ ശുദ്ധിയില്ല, അല്ലെങ്കിൽ മാനസികമായ ശുദ്ധിയില്ല. 2 കൊണ്ടും കുട്ടി മുലടിക്കാതിരിക്കും. നല്ലോണം പഠിച്ചോളി ചെയ്തിട്ടോ. കുട്ടി മുലടിക്കാതിരിക്കണമെങ്കിൽ ഈ കാരണമേ ഉള്ളൂ. ഒന്നുകിൽ മുലപ്പാൽ കേടുവന്ന മുലപ്പാൽ കുട്ടി കുടിക്കൂല. എങ്ങനെ മുലപ്പാൽ കേടുവരാനുള്ള സാധ്യത? മുലപ്പാൽ കേടുവരാനുള്ള സാധ്യത ഒന്നുകിൽ ഉമ്മാക്ക് മലബന്ധം ഉണ്ടാവുക, ഉമ്മാക്ക് തീരെ വയറ്റുന്നു പോണില്ലെങ്കിൽ കുട്ടി മുലപ്പാൽ കേടുവരും. അല്ലെങ്കിൽ ഉമ്മക്ക് കഫക്കെട്ടുണ്ടാകുക, അപ്പോഴും മുലപ്പാൽ കേടുവരാം. സാധാരണഗതിയിൽ ഈ 2 കാരണത്താലാണ് മുലപ്പാൽ കേടുവരുള്ളൂ. മുലപ്പാൽ കേടുവരിക എന്നത് തന്നെ അത്യപൂർവമാണ്. എന്നാൽ ഇനി അപൂർവമായി കേടുവരാനുള്ള സാധാരണ കാരണങ്ങൾ 2 എണ്ണമാണ്. ഒന്ന്, ഉമ്മാക്ക് മലബന്ധം ഉണ്ടാകുക. ഉമ്മാക്ക് വയറ്റുന്ന തീരെ പോണിച്ചെങ്കിൽ പിന്നെ മുലപ്പാൽ കേടുവരും. മുലപ്പാൽ എന്ന് മാത്രമല്ല, എല്ലാം കേടുവരുമല്ലോ. വയറ്റുന്ന പോണിച്ചെങ്കിൽ എല്ലാം കേടുവരും. അപ്പം എന്ത് വേണം? ഉമ്മാക്ക് ശോധന കൂടുതലാവാനുള്ള ഭക്ഷണം കഴിക്കണം. എന്താ ഭക്ഷണം? നാര് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഇലക്കറികൾ, ചീരകൾ, പച്ചക്കറികൾ, മുരിങ്ങാക്കായ്, ഇങ്ങനെയുള്ള നാര് കൂടുതൽ അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ കഴിച്ച് ഉമ്മാക്ക് നന്നായി ശോധന വരുത്തിയാൽ മുലപ്പാൽ ശുദ്ധിയായി. അല്ലെങ്കിൽ കഫക്കെട്ടുണ്ടെങ്കിൽ, ഉമ്മാക്ക് കഫക്കെട്ടുണ്ടെങ്കിൽ മുലപ്പാൽ കേടുവരാം. എന്താ പരിഹാരമാർഗം? ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളെ പെരയിലുള്ള നല്ല നാടൻ കുരുമുളകും നാടൻ മഞ്ഞളും കൂടിയും ചേർത്ത് പൊടിച്ചിട്ട് തേനിൽ മിക്സ് ചെയ്യുക. ഒരു 1/4 ടീസ്പൂൺ വീതം അല്ലെങ്കിൽ ഒരു 1/2 സ്പൂൺ വീതം 3 നേരം കഴിച്ചാൽ സംഗതി ക്ലിയറായി. ഉമ്മാൻ്റെ കഫക്കെട്ട് മാത്രമല്ല മാറുക, അത് കുടിച്ചാൽ കുട്ടിയുടെ കഫക്കെട്ട് കൂടിയും മാറും. കാരണം മുലപ്പാലിലൂടെ കുട്ടിക്ക് ഈ മരുന്നിൻ്റെ ഗുണം കിട്ടും. അപ്പോൾ കുട്ടിയുടെ കഫക്കെട്ടും കൂടിയും മാറും. ബഹുമാനപ്പെട്ട ഇമാം തുബിരി റളിയല്ലാഹു അൻഹുവിന് അൽ കുർക്കും എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. മഞ്ഞളിനെ കുറിച്ച് മാത്രം പറയുന്ന ഒരു കിതാബാണ്. അതിൽ ലോകത്തുള്ള വിവിധ തരം മഞ്ഞളുകളെക്കുറിച്ചും അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്.
നാടൻ മഞ്ഞൾ, കാട്ടുമഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ, കുപ്പമഞ്ഞൾ എന്നുള്ളൊരു സാധനമുണ്ട്. കുപ്പമഞ്ഞൾ വളരെ വലിയ മെഡിസിനൽ ഇഫക്റ്റ് ഉള്ള ഒരു സാധനമാണ് കുപ്പമഞ്ഞൾ എന്ന് പറഞ്ഞത്. കുപ്പമഞ്ഞൾ എന്ന് പറഞ്ഞാൽ കുപ്പയിലുണ്ടാകണ മഞ്ഞൾ. നമ്മുടെ നാട്ടിലെ കുപ്പയല്ല, കാട്ടിലെ കുപ്പയാണ്. കാട്ടിലെ കുപ്പകളിൽ ഉണ്ടാകുന്ന മഞ്ഞൾ നാട്ടിൽ കൊടുന്ന് ഉണ്ടാക്കാൻ പറ്റും. ഭയങ്കര മെഡിസിനൽ ഇഫക്റ്റ് ഉള്ളതാണ്. നാടൻ മഞ്ഞളും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇഷ്ടിക പൊടിച്ചതിന് ആ ഗുണമില്ലാത്തതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി വാങ്ങിയാൽ കിട്ടൂല എന്ന് മാത്രം. മഞ്ഞൾപ്പൊടിയിൽ ഇഷ്ടികയൊക്കെ പൊടിച്ച് കൂട്ടല്ലേ. അപ്പോൾ പിന്നെ അതുകൊണ്ട് നമ്മൾ നല്ല നാടൻ മഞ്ഞൾ, ഈ മഞ്ഞളുടെ ഒരു പ്രത്യേകത വെറുതെ ഇങ്ങനെ മണ്ണ് മാന്തിയാണ്ട് അവിടെ ഇട്ടാൽ അടുത്തോല്ലം ഉണ്ടായിക്കോളും എന്നുള്ളതാണ്. നമുക്കതിനൊന്നും ഒഴിവില്ലല്ലോ. വെറുതെ ഇങ്ങനെ മണ്ണ് മാന്തിക്കാണ്ട് അതിലിട്ട് പറ്റുമെങ്കിൽ വേനൽക്കാലത്ത് പറ്റൂല, വർഷക്കാലം അല്ലെങ്കിൽ തണുപ്പ് കാലമൊക്കെ ആണെങ്കിൽ കുറച്ച് വെണ്ണൂറ് അടുപ്പിൽ നിന്ന് കോരിക്കൊണ്ടുപോയി ഒഴിവാക്കണം. അത് ഇട്ട് കഴിഞ്ഞാൽ ഉഷാറായിട്ട് മഞ്ഞൾ ഉണ്ടാവും. അടുത്തെല്ലാം മഞ്ഞൾ ഉണ്ടാവും. നമുക്ക് പറിക്കും, കീറിങ്ങാണ്ട് ഉണക്കിയിട്ട് അത് പൊടിച്ചാൽ നല്ല അടിപൊളി മഞ്ഞൾ. ഏറ്റവും നല്ല സൗന്ദര്യവർദ്ധക വസ്തുവാണ് മഞ്ഞൾ പറഞ്ഞത്. മനുഷ്യ ശരീരത്തിന് യോജിച്ച ഏറ്റവും നല്ല സൗന്ദര്യവർദ്ധക വസ്തു, ചുർക്ക് കൂടാൻ ഏറ്റവും പറ്റിയ സാധനമാണ് നല്ല നാടൻ മഞ്ഞൾ. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ എന്തോ ഒരു കട്ട, അതിനാ ഗുണമൊന്നുമില്ല എന്ന് മാത്രം. നമുക്ക് വീടുകളിൽ കുറഞ്ഞ സ്ഥലത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മഞ്ഞൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ കഫക്കെട്ട് മാറാൻ നല്ല നാടൻ മഞ്ഞളിൻ്റെ പൊടിയും നാടൻ കുരുമുളകിൻ്റെ പൊടിയും, രണ്ട് നിബന്ധന ഉണ്ട്. മഞ്ഞളിനൊരു ഷർത്തുണ്ട്, കുരുമുളകിനൊരു ഷർത്തുണ്ട്. എന്താ ഷർത്ത്? നാടനായിരിക്കണം എന്ന ഷർത്തോടു കൂടി. ഉസ്താദ് നിങ്ങൾ പറഞ്ഞ മാതിരി മഞ്ഞൾ പൊടി കുടിച്ചിട്ട് മാറിയില്ലല്ലോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഫോൺ ചെയ്യുന്നത് അടുത്ത ചോദ്യം എന്ത് മഞ്ഞളായിരുന്നു? അപ്പോൾ ഷർത്തി നാടൻ മഞ്ഞൾ, നാടൻ മഞ്ഞളും നാടൻ കുരുമുളകുമായിരിക്കണം എന്ന ഷർത്തോടു കൂടി രണ്ടും തുല്യമായി മിക്സ് ചെയ്ത് തേൻ ചാലിച്ച് 1/2 സ്പൂൺ വീതം 3 നേരം കഴിച്ചാൽ ഉമ്മാൻ്റെ കഫക്കെട്ട് മാറും, മുലപ്പാൽ ശുദ്ധിയുള്ളതാവും. അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു കാരണം ശാരീരികമായ കാരണം. രണ്ടാമത്തെ ഒന്ന് പിന്നെ ശുദ്ധിയില്ലായ്മ എന്ന് പറഞ്ഞത് ഒന്നുകിൽ ശാരീരിക ശുദ്ധിയില്ലായ്മ അല്ലെങ്കിൽ മാനസിക ശുദ്ധിയില്ലായ്മ. ശാരീരിക ശുദ്ധിയില്ലായ്മ എന്ന് പറഞ്ഞാൽ നല്ല വിയർപ്പും ചളിയൊക്കെ കൂടിയും കുട്ടിക്ക് കൊടുക്കന്നെ. അതായത് ഉമ്മ അടുക്കളയിൽ ഇങ്ങനെ പത്തിരി ഇടുക, വിറക് ഇട്ട്, അതായത് തേങ്ങ ഒളിക്കുകയൊക്കെ ചെയ്യണതിൻ്റെ ഇടയിലാണ് കുട്ടി പേ എന്ന് ഒളിച്ച്. അപ്പോൾ മണ്ടി ചെന്നുകാണ്ട് കുട്ടിനെ എടുത്താണ്ട് കുടിച്ചുകൂടി ഈ വിയർപ്പൊക്കെ കൂടി എന്ന് പറഞ്ഞ് കൊടുത്താൽ കുട്ടി കുടിക്കൂല. എത്ര കുടിക്കൂല? 10 മാസം വരെ കുടിക്കൂല. 10 മാസം കഴിഞ്ഞാൽ സ്വാഭാവികമായും കുട്ടിയുടെ പ്രതിരോധ ശക്തി കുറഞ്ഞു വരും. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ അമ്മ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ വൃത്തികേടും കുട്ടി ചെയ്തുകൊണ്ടിരിക്കും. 10 മാസം കഴിഞ്ഞാൽ കുടിക്കും. ഈ പരീക്ഷണമൊക്കെ നിങ്ങൾ നോക്കേണ്ടത് 10 മാസത്തിന് മുമ്പുള്ള കുട്ടികൾ ഇങ്ങനെയല്ലേ ചെയ്യണത് എന്നാണ്. 10 മാസം പൂർത്തിയാവുന്നതിന് മുമ്പുള്ള ഒരു കുട്ടിയും വൃത്തിയില്ലാത്ത മുല കുടിക്കൂല. അപ്പോൾ കുട്ടി മുല കുടിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ഒന്നുകിൽ മുലക്കണ്ണ് വൃത്തിയില്ല, അല്ലെങ്കിലോ ഉമ്മയുടെ മനസ്സ് വൃത്തിയില്ല, അപ്പോഴും കുട്ടി കുടിക്കൂല. ഒരു കുട്ടിക്ക് ഒരു ഉമ്മ അങ്ങനെ മുലകൊടുക്കുമ്പോൾ എൻ്റെ കുട്ടീനെ ഒരു ഫിറാവിൻ്റെ മാതിരി ആക്കണം എന്ന് ആലോചിച്ചാൽ പിന്നെ എങ്ങനെ കുട്ടി മുലകൊടുക്കുക? കാരണം മുലപ്പാലിലൂടെ മനസ്സ് കണക്ഷൻ കൊടുക്കുകയാണ്. പൊക്കിൾ കൊടി കഴിഞ്ഞാൽ പിന്നെ മനസ്സ് കണക്ഷൻ കൊടുക്കുന്ന ഏക സംവിധാനം മുലപ്പാലാണ്. ദീർഘകാലത്തേക്കാണ് ആ കണക്ഷൻ. അതായത് വലുതായി 35 വയസ്സായിട്ട് ഉമ്മ നാട്ടിലും മകൻ സൗദി അറേബ്യയിലും ആണെങ്കിലും മോൻ അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ നാട്ടിലുള്ള ഉമ്മക്കറിയാം, എൻ്റെ മോനെ കുട്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് രാവിലെ വിളിച്ചിട്ടില്ലല്ലോ എന്ന് പറയും. എന്താ കാരണം? ഈ മുലപ്പാലാണ് അതിൻ്റെ കാരണം. മുലപ്പാലിലൂടെ ശരിക്കും ഉമ്മയുടെയും കുട്ടിയുടെയും മനസ്സ് തമ്മിൽ കണക്ട് ചെയ്യുക. മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ ശ്വാസം വലിക്കുന്നതിൻ്റെ കൂടെയാണ് കുട്ടി ശ്വാസം വലിക്കുക. അത്രയും വലിയ കണക്ഷനാണ്. ഒരു കുട്ടിക്ക് മുലയെടുക്കുന്ന സമയത്ത് ഉമ്മ വെറുതെ ഒന്ന് ചിരിച്ചാൽ മതി, കുട്ടിയും ചിരിക്കും. മുലയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ കരഞ്ഞാൽ മതി, കുട്ടി വായ മുലക്കണ്ണിൽ നിന്ന് എടുത്തിട്ട് കുട്ടിയും കരയും. പരീക്ഷോക്കങ്ങൾ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതനുസരിച്ച് ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളുടെ സദസ്സിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അത്രയും ധൈര്യമാണെന്ന് അർത്ഥം എനിക്കത് പറയാൻ. ഒരു കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ ചിരിച്ചാൽ കുട്ടിയും ചിരിക്കും, ഉമ്മ കരഞ്ഞാൽ കുട്ടിയും കരയും. അത്രയും വലിയ കണക്ഷനാണ്. അപ്പോൾ ഒന്നുകിൽ ഉമ്മയുടെ മുലക്കണ്ണ് വൃത്തിയില്ല, അല്ലെങ്കിൽ ഉമ്മയുടെ മനസ്സ് വൃത്തിയില്ല. എൻ്റെ കുട്ടീൻ്റെ ഒരു കള്ളനാക്കണം, ഒരു കൊള്ളക്കാരനാക്കണം, അല്ലെങ്കിൽ ഇന്നോടത്ത് ഇന്നാലിൻ്റെ മാളമായിരി ആക്കണം, അല്ലെങ്കിൽ ഇന്നോളമായിരി ആക്കണം, മോശപ്പെട്ട ഒരാളെ മനസ്സിൽ വന്നിട്ട് അതേപോലെ ആക്കണം എന്ന് ഉമ്മ ചിന്തിച്ചാൽ ഒരിക്കലും കുട്ടി മുലകൊടുക്കൂല. നേരെ മറിച്ച് ഉമ്മ ഇങ്ങനെ മുലകൊടുക്കുമ്പോൾ എൻ്റെ കുട്ടിയെ ഒരു ഹാഫിളാക്കണം എന്നിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ കുട്ടി ഈമ്പി കുടിക്കും. മുലകൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു മെക്കാനിസമാണ്.
ഒരു കുട്ടി മുല കുടിക്കും പോലെ ഒരു വലിയ ആൾക്ക് മുല കുടിക്കാൻ കഴിയില്ലല്ലോ. ഒരു കുട്ടി മുല കുടിക്കും പോലെ വലിയ ഒരാൾക്ക് മുല കുടിക്കാൻ പറ്റില്ല. അതൊരു പ്രത്യേകമായ കുട്ടികൾക്ക് മാത്രം അറിയാവുന്ന ഒരു മെക്കാനിസമാണത്. മുലക്കണ്ണ് കുട്ടിയുടെ വായിലേക്ക് വെച്ചു കൊടുത്ത് കുട്ടി ഇങ്ങനെ തൊണ്ണുകൾ കൊണ്ട് മെല്ലെ ഒരു പ്രത്യേക സൈസിൽ അമർത്തിയാൽ മുലപ്പാൽ വന്നുകൊണ്ടിരിക്കും. അതൊരു വലിയ മനുഷ്യൻ ഒരു ഉമ്മാൻ്റെ അല്ലെങ്കിൽ ഒരു പെണ്ണുങ്ങളെ മുല കുടിക്കണം എന്ന് എഴുതിയിട്ട് വലിച്ച് ഈമ്പിയാൽ എങ്ങനെ ഈമ്പിയാലും കിട്ടില്ല. കുട്ടികൾക്ക് മാത്രം അറിയുന്ന ഒരു മെക്കാനിസം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവികൾക്കും ആവശ്യമായ മുഴുവൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. അതാണ് അല്ലാഹു റബ്ബാണ് എന്ന് പറയാൻ കാരണം. 4 കിലോമീറ്റർ അപ്പുറത്തുള്ള ഉമ്മ 4 കിലോമീറ്റർ ഇപ്പുറത്ത് തൊട്ടിലിൽ കിടന്ന് കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉറങ്ങുന്ന സമയത്ത് തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി മെല്ലെ ഞെട്ടി ഉണർന്ന് ആ കുട്ടി കരയുമ്പോൾ മുലപ്പാലിന് വേണ്ടിയാണ് കുട്ടി കരയുന്നതെങ്കിൽ 4 കിലോമീറ്റർ അപ്പുറത്തുള്ള ഉമ്മാന്റെ മുലയിലേക്ക് പാലിറങ്ങി വരുന്നതാണ്. എന്തേ കാരണം? കുട്ടി അള്ളാഹുവിനെയാണ് തവക്കുലാക്കിയത് എന്നതാണ് കാരണം. നമുക്ക് ആവശ്യ നേരത്തെ ഭക്ഷണം കിട്ടണില്ല. എന്തേ കാരണം? നമ്മൾ നാട്ടുകാരാണ് ഏൽപ്പിച്ചിട്ടുള്ളത്, അതാണ് കാരണം. ഒരു കുട്ടിയുടെ ഖൽബ് അള്ളാഹുവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നിൽക്കുക എന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കുട്ടി 4 മാസം തൗഹീദിന് വേണ്ടി മാത്രമാണ് കരയുക എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട തഅവ ഉസ്താദ് തന്റെ അൽ മവാഹിബുൽ ജലിയയിൽ പറക്കാതെ നീന്തുന്ന പഠിക്കാതെ നീന്തുന്ന ജീവികൾ എന്ന് പറഞ്ഞ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കുട്ടി 4 മാസം തൗഹീദിന് വേണ്ടി മാത്രമാണ് കരയാന്ന. കുട്ടികൾ നിലവിളിക്കാൻ നമ്മൾ പറയില്ലേ, ഒരു കുട്ടി ജനിച്ചു വന്ന ഉടനെ തന്നെ ആദ്യം കരയാണ് ചെയ്യുക. എന്തിനു വേണ്ടി കരയുന്നു? എന്തിനു വേണ്ടിയാ കരയുന്നത്? പല ഉത്തരം നമുക്ക് പറയാം. പുണ്യനബി പറഞ്ഞ ഉത്തരം അവൻ കരയുന്നത് തൗഹീദിന് വേണ്ടിയാണെന്നാ. 4 മാസം തൗഹീദിന് വേണ്ടി മാത്രമേ ഒരു കുട്ടി കരയുള്ളൂ. അതുകൊണ്ടാണ് ഉമ്മ അവന് തൗഹീദിന്റെ വാചകം പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് താരാട്ടിന്റെ രഹസ്യം എന്ന് പറയുന്നത്. ഉമ്മ അവന് തൗഹീദിന്റെ വാക്ക് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കും. അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ മുൻകഴിഞ്ഞ അമ്പിയാക്കളും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജനിച്ചു വരുമ്പോൾ കേൾക്കാനുള്ള വാചകം, മരിച്ചു പോകുമ്പോൾ പറയാനുള്ള വാചകം. കേൾവിയാണ് പറച്ചിലിൻ്റെ അസ്ല്. കേൾക്കുന്നവൻ പറയും, കേൾക്കാത്തവൻ ആംഗ്യം കാണിക്കും. കേൾവിയാണ് പറയലിൻ്റെ അസ്ല് എന്ന് പറയുന്നത്. നമ്മൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനവും അടിസ്ഥാനപരമായി പറയാനുള്ളതല്ല. നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനവും സംസാരിക്കാനുള്ളതല്ല. ഇപ്പം നമ്മൾ ചുണ്ട് സംസാരിക്കാനുള്ള സാധനമല്ല ശരിക്ക്. ചുണ്ട് എന്തിനുള്ളതാ? ചുണ്ട് വായടച്ചൊക്കെ ഉള്ള സാധനം. വായടച്ചൊക്കെ ഉള്ള സാധനം ചുണ്ട്. ഭംഗിക്ക് വേണ്ടിയും ഉള്ളതുമാണ് ചുണ്ട്. പല്ല് സംസാരിക്കാനുള്ളതല്ല, അത് ഭക്ഷണ സാധനം കടിക്കാനുള്ളതാണ്. നാവ് സംസാരിക്കാനുള്ളതല്ല, രുചി അറിയാനുള്ളതാണ്. രുചി അറിയാൻ 3000-ഓളം രുചികളുണ്ട് പ്രപഞ്ചത്തിൽ. അതൊക്കെ അറിയാനുള്ള സംവിധാനമാണ് നാവ്. 3000-ത്തിലധികം രുചികൾ പ്രപഞ്ചത്തിൽ നിലവിലുണ്ട്. സ്വർഗത്തിൽ 3000 അല്ല, അയിമൊന്നും വിടും. ഓരോ ഭക്ഷണത്തിനും ഓരോ ടേസ്റ്റാണ്. ഒരിക്കൽ അനുഭവിച്ച ടേസ്റ്റ് പിന്നെ അനുഭവിക്കുകയേയില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള നാവുമാണ് സ്വർഗത്തിലുള്ളത്. ദുനിയാവിൽ 300-ലധികം ടേസ്റ്റുകളുണ്ട്, 3000-ത്തിലധികം ടേസ്റ്റ് ഉണ്ട് എന്നാ. അതറിയാനുള്ള മുഴുവൻ സംവിധാനങ്ങളും നമ്മുടെ നാവിൽ സംവിധാനിച്ചിട്ടുണ്ട്. രുചി അറിയാനുള്ളതാണ് നാവ്, അത് സംസാരിക്കാനുള്ളതല്ല. തൊണ്ട സംസാരിക്കാനുള്ളതല്ല, അത് വായു, ഭക്ഷണം, വെള്ളം എന്നിവയെ വേർതിരിച്ചു വിടാനുള്ള സംവിധാനമാണ്. എല്ലാം കൂടി ഒരുത്തോൾക്ക് പോയാൽ പറ്റില്ലല്ലോ. അപ്പം അതിനെ ജംഗ്ഷനാണ്. അങ്ങനെ നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം, ആമാശയം ഉപയോഗിക്കേണ്ടി നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ആമാശയം അതെങ്ങനെ? നമ്മളിങ്ങനെ വലിച്ച് ആമാശയത്തിൽ വയറിൽ സ്റ്റോർ ചെയ്ത് വെച്ച വായു ഉപയോഗിച്ചാണ് സംസാരിക്കുന്നത്. ആ വായു ഇങ്ങനെ പറഞ്ഞു പിന്നെ വായു ആമാശയത്തിൽ കഴിയുമ്പോൾ വർത്താനം നിൽക്കും, നിർത്തിയിട്ട് അങ്ങനെ വലിക്കും, എന്നിട്ടാ പിന്നെ വായിക്ക് പറയണേ. അപ്പോൾ ആമാശയവും സംസാരത്തിൽ പങ്കുചേരുന്നു. എന്നാൽ ആമാശയം സംസാരിക്കാനുള്ളതാണ് അല്ല.
ഈ സാധനമൊന്നും സംസാരിക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് അവന് സംസാരം പഠിപ്പിച്ചു എന്ന് പറയാൻ കാരണം. എങ്ങനെ സംസാരം പഠിപ്പിച്ചത്? നമ്മൾ സംസാരം പഠിപ്പിച്ചത് കേട്ടുകൊണ്ടാണ്. കേട്ടിട്ട് സംസാരം പഠിച്ചു. അതുകൊണ്ട് മനുഷ്യന് അല്ലാഹു തആല നൽകിയ നിയമത്തുകൾ പറയുമ്പോൾ ആദ്യം കേൾവിയെക്കുറിച്ച് പറഞ്ഞു. ലഖദ് ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറാ. തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു മിൻ നുത്ഫത്തിൻ അംശാജിൻ കലർത്തപ്പെട്ട ഇന്ദ്രിയത്തിൽ നിന്ന് നബ്തലീഹി നാം അവനെ പരീക്ഷിക്കാൻ വേണ്ടി ഫജഅൽനാഹു അങ്ങനെ നാം അവനെ ആക്കി സമീഅൻ കേൾവിയുള്ളവനാക്കി ബസീറൻ കാഴ്ചയുള്ളവനുമാക്കി. കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനാക്കി. അപ്പോൾ ആദ്യം കേൾവിയാണ്, രണ്ടാമത് കാഴ്ചയാണ്. ഏത് മനുഷ്യനോ ആദ്യം കേൾവിയാണ്, രണ്ടാമത് കാഴ്ചയാണ്. നമ്മൾ ദുനിയാവിലേക്ക് വരുന്ന സമയത്ത് കാണാതെയും കേൾക്കാതെയുമാണ് വരുന്നത്. ചെവി അടച്ചു വെച്ചുകൊണ്ടാണ് വരുന്നത്, കണ്ണടച്ചിട്ടാണ് വരുന്നത്. എല്ലാ ജീവികളും അങ്ങനെ തന്നെയാണ്. ചെവി തുറക്കുന്നത് ആദ്യം കേൾക്കുന്ന ശബ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കണ്ണ് കുറേ കഴിഞ്ഞേ തുറക്കുള്ളൂ. ചെറിയ കുട്ടികളെ നിങ്ങൾ നോക്കിയാൽ അറിയാം, അവർ നമ്മളെ നോക്കൂലല്ലോ. അവർ നമ്മളെ നോക്കൂല. അവർ ഒന്നുകിൽ വെള്ള നിറം കണ്ടാൽ നോക്കും, ലൈറ്റ് കണ്ടാൽ നോക്കും. അത് മലക്കുകളുടെ ലോകവുമായി അവർക്കുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. ദുന്യാവിലേക്ക് നോക്കുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞ് ദിവസങ്ങളോളം കഴിഞ്ഞാണ് ഉമ്മാനെ നോക്കുക ആദ്യമായിട്ട്, പിന്നെ ഉപ്പാനെ നോക്കുക. അങ്ങനെ അങ്ങനെ നോക്കി നോക്കി മെല്ലെ മെല്ലെ നോക്കി തുടങ്ങും. അതിൻ്റെ മുമ്പ് കേൾവി ആരംഭിക്കും. അപ്പോൾ ദുനിയാവിൽ ആദ്യം ആരംഭിക്കുന്നത് കേൾവിയാണ്. അതുകൊണ്ട് കേൾവിയെ ആദ്യം പറഞ്ഞു. മാത്രമല്ല ഇൽമിൻ്റെ ഒന്നാമത്തെ വഴിയും കേൾവിയാണ്. ഇൽമിൻ്റെ ഒന്നാമത്തെ വഴി കേൾവിയാണ്. ഇപ്പം ഈ ചുമരിൻ്റെ അപ്പുറത്തുനിന്ന് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് കേൾക്കാം, പക്ഷെ കാണാൻ പറ്റൂല. കണ്ടിട്ടും ഒരാൾ വിശ്വസിച്ചില്ലെങ്കിൽ അവനാണ് ഏറ്റവും വലിയ അക്രമിയും. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ടുള്ള ഒന്നാമത്തെ പരീക്ഷണാവയവം ചോദ്യപേപ്പർ. അല്ലാഹു നമ്മുടെ ശരീരത്തിൽ 2 ചോദ്യപേപ്പർ വെച്ചിട്ടാണ് ഇങ്ങോട്ട് അയച്ചത്. ലഖദ് ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലിഹി. പരീക്ഷ നടത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞയച്ചത്. ഫജഅൽനാഹു പരീക്ഷയ്ക്ക് വേണ്ടിയാണ് അവനെ നാം ആക്കിയത്. സമീഅൻ കേൾവിയുള്ളവനും ബസീറൻ കാഴ്ചയുള്ളവനും. അപ്പോൾ 2 ചോദ്യപേപ്പർ നമ്മളെ മേത്ത് വെച്ചിട്ടാണ് അള്ളാഹു ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഒന്ന് കേൾവി എന്ന പേപ്പറും 2 കാഴ്ച എന്ന പേപ്പറും. കേൾക്കുന്നതാണ് സംസാരിക്കുന്നത്. കേൾക്കുന്നത് വായ കൊണ്ട് സംസാരിക്കും, കാണുന്നത് കൈ കൊണ്ട് സംസാരിക്കും. അങ്ങനെയാണ്. നല്ലോണം ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ. കേൾക്കുന്നത്, അതായത് സംസാരശേഷി ഇല്ലാത്ത കുട്ടികൾ നമ്മൾ പറയും, അവർക്ക് ശരിക്കും ഇല്ലാത്ത ഏതാണ്? കാഴ്ച, കേൾവി ശേഷിയാണ് ഇല്ലാത്തത്. മുണ്ടാൻ വയ്യാത്ത കുട്ടികൾ നമ്മൾ പറയല്ലോ. മുണ്ടാൻ വയ്യാത്ത കുട്ടികൾക്ക് അപൂർവം ചില കുട്ടികൾക്ക് നാവിന് പ്രശ്നം ഉണ്ടായിരിക്കാം. പക്ഷേ ജന്മന സംസാരശേഷിയില്ലാത്ത കുട്ടികളുടെ പ്രശ്നം കേൾവിയാണ്. അവൾ കേട്ടില്ല, അതുകൊണ്ട് സംസാരിച്ചില്ല എന്നതാണ്. നമ്മൾ സംസാരിക്കുന്നത് കേട്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളും സംസാരിക്കൂല. ചെവി കൊണ്ട് കേൾക്കുന്നവർ വായ കൊണ്ട് സംസാരിക്കുന്നു. ചെവി കൊണ്ട് കേൾക്കാത്തവർ കണ്ണുകൊണ്ട് കേൾക്കും. കണ്ണുകൊണ്ട് കേൾക്കും, അപ്പോൾ കൈ കൊണ്ട് സംസാരിക്കും. ഇനി കണ്ണുകൊണ്ട് കേൾക്കുന്ന ഒരു ദിവസം വരാണ്ട്. ഹിസാബിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് കാഴ്ചയാണ് പറഞ്ഞിട്ടുള്ളത്. ഹിസാബിനെ പറ്റി പറഞ്ഞു കൊടുത്ത് കാഴ്ചയാണ് പറഞ്ഞത്. وَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَهُ وَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَهُ. അന്ന് اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون.